പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സഹനത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ്. സഹനത്തെ വലിയ അനുഗ്രഹമായിട്ട് വേണം കരുതാൻ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അല്പകാലം സഹിക്കേണ്ടി വന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നാൽ ദൈവശക്തി കാണാൻ കഴിയും. സഹനത്തിന് പല ഗുണങ്ങളും ഉണ്ട്. ഒന്നാമതായി, സഹനത്തിലൂടെ സുവിശേഷ പുരോഗതി ഉണ്ടാവും. വിശുദ്ധ പൗലോസ് ഇത് വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിനു വേണ്ടിയാണ് ബന്ധനസ്ഥനായത്. മിക്ക സഹോദരർക്കും എന്റെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. രണ്ടാമതായി, സഹിക്കുന്നവർക്ക് ശക്തി ലഭിക്കും. ജെറമ്യായോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് അരമുറുക്കുക, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ദുഃഖവും ക്ലേശവും ഉണ്ടായാലും ശക്തിയോടെ അവയെ നേരിടാൻ യേശു ശക്തി പകരുന്നു. വചനം ഇപ്രകാരം പറയുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. മൂന്നാമതായി, സഹിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. സഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വച്ച് തന്നെ പ്രതിഫലം ലഭിക്കുമെന്ന് യേശു വാഗ്ദാനം നൽകി. സഹിക്കുന്നവർക്ക് ക്രമേണ അതിൻ്റെ സൽഫലം മനസ്സിലാക്കാൻ കഴിയും. വചനം ഇപ്രകാരം പറയുന്നു, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. ജോബിന് സഹനത്തിന് ശേഷം അനുഗ്രഹം ലഭിച്ചതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. നാലാമതായി, സഹിച്ചവരെ സ്വർഗത്തിൽ ദൈവം സന്തോഷിപ്പിക്കും. വചനം ഇപ്രകാരം പറയുന്നു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. സഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സ്വർഗഭാഗ്യത്തെക്കുറിച്ച് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി, സഹനം അല്പകാലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. യേശു പറഞ്ഞു, അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആദ്യം കുറെ ക്ലേശമാർഗങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും പിന്നീട് എല്ലാം നന്മയായി മാറും. ആറാമതായി, സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. യേശു പറഞ്ഞു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. വചനം ഇപ്രകാരം പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഏഴാമതായി, ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കുചേരുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി
ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. വിശുദ്ധ പൗലോസ് തൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്താണ് കണ്ടത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നമ്മുടെ സഹനത്തെ ദൈവം വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് കഠിനമായ സഹനം ഏറ്റെടുത്ത് പാടുപീഡകളേറ്റ് കുരിശിൽ മരിച്ചത്, അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവം സഹനത്തിന് അത്രയേറെ മൂല്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കർത്താവിന് പോലും ദൈവമായിരുന്നിട്ട് പോലും ഭൂമിയിൽ വന്ന് സഹനം ഏറ്റെടുത്ത് അതികഠിനമായ സഹനത്തിലൂടെ കടന്നുപോയാണ് മനുഷ്യരുടെ രക്ഷ സാധിച്ചെടുത്തെങ്കിൽ നമ്മളൊക്കെ എത്രയധികം സഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് പോലും ആ സഹനത്തിൽ നിന്ന് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സഹനങ്ങൾ ദൈവം തന്നിരിക്കും. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമേ മാറുകയുള്ളൂ. ഈ ലോക ജീവിതത്തിൽ നമുക്ക് കുറെ സഹനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഈ സഹനത്തിലൂടെ ദൈവം നമ്മളെ വിശദീകരിച്ച് മരണശേഷം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു സഹനം വരുമ്പോൾ നമ്മളത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തോട് ഈ സഹനം തന്നതിന് നന്ദി ദൈവമേ എന്ന് പറയുക. അങ്ങനെ ഓരോ സഹനവും നമുക്ക് ദൈവം അനുവദിക്കുമ്പോൾ ആ സഹനത്തിന്റെ മൂല്യം മനസ്സിലാക്കി ദൈവത്തോട് നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി ആ സഹനം ദൈവം എടുത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസിക വളരെ വ്യക്തമായി പറയുന്നത്, ക്രിസ്തുവിന്റെ സഹനത്തില് വിശുദ്ധ പൗലോസികയും പങ്കാളിയാണെന്നും ക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വന്ന പീഡകളിൽ കുറവുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസിക പറഞ്ഞത്. അത് കർത്താവിന്റെ ശരീരത്തിലേറ്റ പീഡകളിലോ സഹനത്തിലോ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല പൗലോസിക പറഞ്ഞത്. പക്ഷെ കർത്താവിന്റെ ആ സഹനത്തോടു കൂടി നമ്മുടെ സഹനത്തെ ദൈവം കൂട്ടിച്ചേർത്ത് വെക്കും എന്ന് ഉറപ്പാണ്. നമ്മൾ കൂടുതൽ ജീവിതത്തിൽ സഹിച്ചവരാണെങ്കിൽ നമുക്ക് നല്ല വിശുദ്ധി ജീവിതത്തിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ സഹനങ്ങള് ദൈവം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് അത് ഉപയോഗിക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പാവങ്ങൾ മോചിക്കാനുള്ള സഹനം ദൈവം നമ്മുടെ ഭാഗത്തുനിന്ന് ഈടാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള സഹനത്തില് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലോട്ട് പ്രാർത്ഥിച്ച് കയറ്റിവിടാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സഹനത്തിന് വലിയ മൂല്യം ദൈവം കൽപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു സഹനം വരുമ്പോൾ നമ്മളത് മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ സഹനം മാറുന്നില്ലെങ്കിൽ അത് ദൈവം അനുവദിച്ച സഹനമാണെന്ന് മനസ്സിലാക്കി നമുക്കത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ പാവങ്ങളുടെ പൊറുതിക്കായിട്ട് ആ സഹനം ദൈവം ഏറ്റെടുക്കുകയും അങ്ങനെ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് നേരെ സ്വർഗത്തിലോട്ട് പോകാനും പറ്റും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.